പൂമരത്തണൽ പ്രകൃതി കുടുംബം കഴിഞ്ഞ 4 വർഷക്കാലമായി നടത്തിവരുന്ന സൗജന്യ വൃക്ഷവ്യാപന പരിസ്ഥിതി സംരക്ഷണ പരിപാടിയുടെ ഭാഗമായി ഈ വർഷം മുതൽ ക്രിസ്തുവൃക്ഷം എന്ന പേരിൽ വൃക്ഷത്തൈകൾ നടുന്ന പദ്ധതിക്ക് മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ തുടക്കം കുറിച്ചു. സംസ്ഥാന വനമിത്ര പുരസ്കാര ജേതാവ് സുനിൽ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. MMT ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ റവറന്റ് ഫാദർ ദീപു പുത്തൻപുരയ്ക്കൽ ആദ്യ വൃക്ഷത്തൈ നട്ടുകൊണ്ട് ക്രിസ്തുവൃക്ഷം ഉദ്ഘാടനം ചെയ്തു. ഈ സംരംഭത്തിന്റെ ഭാഗമായിട്ട് പല പേരുകളിലുള്ള വൃക്ഷങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെ ആതുര വൃക്ഷം നട്ടു. അതുകൂടാതെ പല പേരുകളിൽ ഹോസ്പിറ്റലിൽ തന്നെ പല വൃക്ഷങ്ങളും നമ്മൾ നടുകയുണ്ടായി. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ക്രിസ്തുവൃക്ഷം ഇന്ന് ഈ ഹോസ്പിറ്റലിൽ നട്ടുകൊണ്ട് ഒരു പുതിയ സംരംഭം കൂടി ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഒരു ബദാമിന്റെ ചുവട്ടിൽ ചുറ്റും നല്ല വെയിലാണ്. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് എന്തൊരു തണലാണ്. അപ്പം ഇങ്ങനെയുള്ള നല്ല വൃക്ഷങ്ങൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ മുമ്പിലും എല്ലാ സ്ഥലങ്ങളിലും ആവശ്യമാണ്. നല്ല തണൽ നൽകുന്ന വൃക്ഷങ്ങൾ ഭൂമിക്ക് എപ്പോഴും വൃക്ഷങ്ങൾ എപ്പോഴും നല്ല തണുപ്പും തണലുമൊക്കെ ആയിട്ട് നിലകൊള്ളുന്നതാണ്. അപ്പം ഇന്ന് ക്രിസ്മസിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ ജനനമാണ് അനുസ്മരിക്കുക. എല്ലാ മനുഷ്യർക്കും തണലായിട്ട് വെളിച്ചമായിട്ട് കടന്നു വന്നവനാണ് ക്രിസ്തു. അപ്പം ആ ക്രിസ്തുവിൻ്റെ പേരിൽ ഇന്ന് നമ്മൾ ഇവിടെ ഒരു വൃക്ഷം നടുകയാണ്. വളരെ സന്തോഷമുണ്ട്. കാരണം ഇങ്ങനെയുള്ള പുതിയ പുതിയ ആശയങ്ങളുമായിട്ട് എപ്പോഴും സുല്ലിയേട്ടൻ നമ്മുടെ മക്കളിലേക്ക് കടന്നു വരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെയൊക്കെ പ്രോത്സാഹിപ്പിച്ചിട്ട് നമ്മളെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് വലിയൊരു മനസ്സ് കാണിക്കുന്നു. അതിനുള്ള നന്ദി, സ്നേഹം. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോൺ പി തോമസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഇതിനെ ഞങ്ങൾ കാണുന്നു. തീർച്ചയായിട്ടും ഈ വർഷം മുഴുവൻ ക്രിസ്തു വൃക്ഷം എന്ന് പറഞ്ഞ് ഈ സുനിൽ സുരേന്ദ്രൻ ഈ കേരളമൊട്ടാകെ നടക്കുമ്പോൾ ക്രിസ്തു എന്ന് ജീവിച്ച എന്തിനു വേണ്ടി, ക്രിസ്തു എന്തിന് നമുക്കിവിടെ ജനിച്ചു, ക്രിസ്തു ജനിച്ചതിൻ്റെ അർത്ഥങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ സുനിൽ ഇന്ന് ഇവിടെ നമുക്ക് ഈ വൃക്ഷം തൈ ഇവിടെ നടാൻ ഉദ്ദേശിച്ചത്. നേതൃത്വത്തിൽ വിവിധ ഇടങ്ങളിൽ മരങ്ങൾ നട്ടുകൊണ്ട് ഒരു പുതിയ ദർശനം കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ റവറന്റ് ഫാദർ ജോസഫ് ചക്കുമൂട്ടിൽ, സുഷിത സി, അഭിമന്യു പൂമരത്തണൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ഇതിനോടകം ഗുരുവൃക്ഷം, അക്ഷരവൃക്ഷം, ആദരവൃക്ഷം, മംഗല്യവൃക്ഷം, നവഗ്രഹവൃക്ഷം, വിരുന്നുവൃക്ഷം, അമൃതവൃക്ഷം, കാവൽമരം, കാവൊരുക്കൽ, സുഗതസൂക്ഷ്മവനം, നക്ഷത്രവനം അടക്കം വൈവിധ്യമാർന്ന രീതിയിൽ 85,000-ലധികം വൃക്ഷത്തൈകൾ തികച്ചും സൗജന്യമായി കേരളം, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലായി നടുകയും വിതരണം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞു. ഇത്തരത്തിലുള്ള പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന, ദേശീയ, അന്തർദേശീയ അംഗീകാരങ്ങളും പൂമരത്തണലിനെ തേടിയെത്തിയിട്ടുണ്ട്.